മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് UDF നടത്തിയിരിക്കുന്നത്. നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ വ്യത്യസ്തമാർന്നൊരു കാഴ്ച കാണാനിടയുണ്ടായി. അതായത് ഇവിടെ UDFിൻ്റെ വിജയം ഇവർ ആഘോഷിക്കുന്നത് ആട്ടിൻ സൂപ്പ് വിതരണം ചെയ്തുകൊണ്ട്. എന്താണ് ഈ ആട്ടിൻ സൂപ്പിൻ്റെ കഥ? ആട്ടിൻ സൂപ്പിൻ്റെ കഥ, ഒരു ആട് മലപ്പുറം ജില്ലയിൽ ചത്തൊടുങ്ങിയിട്ടുണ്ട്. ചത്തൊടുങ്ങുക രാഷ്ട്രീയപരമായി ചത്തൊടുങ്ങിയിട്ടുണ്ട്. അത് UDF പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. ആട് എന്ന് പറഞ്ഞ തവനൂരിലെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു മാലിന്യമായിരുന്നു KT ജലീൽ. ആ KT ജലീലിൻ്റെ പരാജയമാണ്. VSJയുടെ വിജയമല്ല ഞങ്ങൾ ആഘോഷിക്കുന്നത്, KT ജലീലിൻ്റെ പരാജയമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടോ ആട്ടിൻ സൂപ്പ്? അവിടെ വന്ന് എല്ലാവർക്കും കൊടുക്കാൻ മാത്രം യഥേഷ്ടം ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഉണ്ട്, ഒന്നും മോശമാക്കിയിട്ടില്ല. എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? വളരെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇവിടെ കൂടിയത്, ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ശരിയായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തെറ്റായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, CPM-നോടില്ല, ലീഗിനോടില്ല. പക്ഷേ CPM-ൻ്റെ ഒരു കെയർ ഓഫിൽ ജയിച്ചു വന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പാനലിൽ ജയിച്ചു വന്ന ഒരാൾക്ക് CPM-നോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞത് ഒരു ശരിയായ രാഷ്ട്രീയമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ തന്നെ പിന്നോട്ട് പോവുകയാണ്. ആദ്യം സിമി ആയിരുന്നു, അതിനുശേഷം അദ്ദേഹം മുസ്ലിം ലീഗിൽ വന്നു. പക്ഷേ ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ മാറുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നമ്മളിപ്പം അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ആട്ടിൻ സൂപ്പുകൾ ചെറിയ ഗ്ലാസ്സുകളിലാക്കി തയ്യാറായിട്ടുണ്ട്. നല്ല എരിവാണല്ലേ? അത്യാവശ്യം സ്പൈസിയാണ്. കാരണം വേവാനും നല്ല സമയമെടുത്തു. കാരണം ഞങ്ങൾ അറുത്ത ആട് നല്ല തൊലിക്കട്ടിയുള്ള ആടായിരുന്നു. അതുകൊണ്ട് തന്നെ വേവാൻ നന്നായിട്ട് സമയമെടുത്ത്. കുക്കർ ഒരു 10-16 വിസിൽ ചുരുങ്ങിയത് അടിച്ചിട്ടുണ്ടാവും. ഫുൾ ഫ്ലെയിമിലിട്ടിരുന്ന് അടിച്ചിരുന്നു. വിജയം ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ പരാജയം ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഉർലായിക്കൊപ്പം V സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.